ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും കണ്ടു കാണും. റിയൽമി ബഡ് എയർ 6ൻ്റെ ഒരു ചെറിയൊരു സ്പെക്കും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ട് നേരെ നമുക്ക് കമ്പാരിസൺ വീഡിയോയിലോട്ട് പോകാം. ബോട്ട് നിർവാണ ജെനിത്തും അതുപോലെ തന്നെ റിയൽമി ബഡ് എയർ 6ഉമായിട്ടുള്ളൊരു കമ്പാരിസൺ വീഡിയോയിലോട്ട് പോകാം. കൂടുതൽ സമയം ഞാൻ വേസ്റ്റ് ചെയ്യുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഒരു മോട്ടിവേഷൻ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഗൈസ്, റിയൽമി ബഡ് എയർ 6 കഴിഞ്ഞ വർഷം ഇതേ സമയം ലോഞ്ച് ചെയ്ത റിയൽമി ബഡ് എയർ 5ൻ്റെ സെയിം ഡിസൈനും പിടിച്ചിട്ടാണ് ഈ വട്ടം റിയൽമി ബഡ് എയർ 6 വന്നേക്കുന്നത്. പിന്നെ ചെറിയ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. മെയിനായിട്ടും 12.4mm ഡ്രൈവറാണ് വെച്ചേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യം അത്യാവശ്യം നല്ലതായിരിക്കും. കാരണം റിയൽമിയുടെ മ്യൂസിക് ക്വാളിറ്റി അത്യാവശ്യം അടിപൊളി തന്നെയാണ്. വോക്കലാണെങ്കിലും ട്രബിൾ ആണെങ്കിലും ബേസ് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്കുള്ളൊരു ബാലൻസ് ഔട്ട്പുട്ടും അത്യാവശ്യം നമുക്കൊരു നല്ല രീതിക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഔട്ട്പുട്ടായിരിക്കും റിയൽമി എപ്പോഴും തരാറുള്ളത്. അത് ഇതിലും കിട്ടുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ ഈ മ്യൂസിക് ക്വാളിറ്റി കൊള്ളാം എന്ന് പറയുന്നതിനൊരു കാരണമുണ്ട്. ഈ ഹൈറസ് ഓഡിയോ സർട്ടിഫിക്കേഷൻ ഉണ്ട്. അത് മാത്രമല്ല വയർലെസ്ലി സർട്ടിഫിക്കേഷനാണ്. പിന്നെ അതുമല്ല LHDAC 5.0 ആണ് വെച്ചേക്കുന്നത്. അതിൻ്റെ ട്യൂണിംഗ് ഉണ്ട്. അതായത് സോണിയുടെ LHDACയുടെ ട്യൂണിംഗ് ഉണ്ട്. LDAC-നെക്കാട്ടിലും ഒരു പടി മുമ്പിലാണ് LHDAC. അതുകൊണ്ട് എന്തായാലും മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യം അത്യാവശ്യം കിടിലൻ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഉള്ളത് 50 dB ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ്റെ കാര്യത്തിൽ ഈ ഒരു 3000 രൂപയ്ക്ക് അത്യാവശ്യം വെർത്ത് തന്നെയാണ്. നല്ല രീതിക്കുള്ള ഒരു ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ കിട്ടും. ഈ ഒരു പ്രൈസ് റേഞ്ചിലല്ല. ഇനിയിപ്പം ഒരു 8000 9000 വന്നാലും ഒരു 50 dB ആൾക്കാർ ഏത് കമ്പനിയാണെങ്കിലും കൊടുക്കും. ഇവരിത് 3000 രൂപയ്ക്ക് തരുന്നതേ ഉള്ളൂ. പിന്നെ 4000 ഹെഡ്സിൻ്റെ അൾട്രാ വിൻഡ് ബാൻഡ് നോയ്സ് ക്യാൻസലേഷൻ ഉണ്ട്. അതായത് നമ്മുടെ കഴിഞ്ഞ വർഷം കണ്ടത് തന്നെ നമുക്ക് ഈ പുറത്തോട്ടൊക്കെ പോകുമ്പോഴും ഈ നോയ്സ് റിഡക്ഷൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് കുറഞ്ഞിട്ട് നമ്മൾ സംസാരിക്കുന്നത് അത്യാവശ്യം നോയ്സ് റിഡക്ഷനൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് കുറഞ്ഞ് നമ്മൾ സംസാരിക്കുന്നത് അപ്പുറത്തെ ആൾക്ക് അടിപൊളിയായിട്ട് കേൾക്കാൻ കഴിയും. പിന്നെ 6 മൈക്കാണ് വരുന്നത്. ഓരോ ബഡിലും 3 മൈക്ക് വെച്ച് 40 hours പ്ലേ ടൈം വരുന്നുണ്ട്. 55 ms ലോ ലേറ്റൻസി വരുന്നുണ്ട്. ഗെയിമേഴ്സിനൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. പിന്നെ ഗൂഗിൾ ഫാസ്റ്റ് പെയർ 2 കളർ വേരിയന്റിലാണ്. ഫ്ലെയിം സിൽവറും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഗ്രീൻ എന്ന് പറയുന്ന 2 കളർ വേരിയന്റുകളിലാണ്. IP55 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റന്റ് ഉണ്ട്. അതും അത്യാവശ്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കൊള്ളാം. പിന്നെ ഗൈസ്, റിയൽമി ലിങ്ക് എന്ന ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് എല്ലാ കൺട്രോളിങ് നടക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു സ്പെക്ക് വൈസ് ഉള്ള ഒരു റിവ്യൂ. മെയിൻലി ഈ സ്പെക്ക് വൈസ് ഒന്ന് വെച്ച് നോക്കുമ്പോഴത്തേന് ഈ ഒരു 3000 രൂപയ്ക്ക് ഈ ഒരു ബഡ് അത്യാവശ്യം വെർത്ത് തന്നെയാണ്. കാരണം എല്ലാ കാര്യങ്ങളും ഇവരെത്തി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബോട്ട് നിർവാണ സെനിത്തും റിയൽമി ബഡ് എയർ 6ഉം തമ്മിലുള്ള ഒരു കമ്പാരിസണും വീഡിയോയും കൂടെയാണ്. അതുകൊണ്ട് നമുക്ക് നേരെ കമ്പാരിസണിലോട്ട് പോകാം. അത് മെയിനായിട്ടും ബോട്ട് നിർവാണ സെനിത്തിന് 4000 രൂപയും 1000 രൂപയും കൂടെ കുറവാണ് റിയൽമി ബഡ് എയർ 6നും. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് റിയൽമി ബഡ് 6ൽ നമുക്ക് 55 ms ലോ ലേറ്റൻസിയും IP55 റേറ്റിംഗും കിട്ടുന്നുണ്ട്. ബോട്ട് നിർവാണ സെനിത്തിൽ 50 hours പ്ലേ ടൈം കിട്ടുന്നുണ്ട്. ഇന്നിയർ ഡിറ്റക്ഷൻ പോലുള്ള ഫീച്ചർ കിട്ടുന്നുണ്ട്. ഇത് രണ്ടെണ്ണം അല്ലാതെ പ്രത്യേകിച്ച് എനിക്ക് വ്യത്യാസങ്ങളായിട്ടൊന്നും തോന്നിയില്ല. ബോട്ടിനകത്ത് X5ൻ്റെ റേറ്റിംഗേ ഉള്ളൂ, ഇത് 55. ഈ 3 കാര്യങ്ങളല്ലാതെ വേറെ വലുതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഗൈസ് എന്തൊക്കെ വേരിയേഷൻസ് ഉണ്ടെന്ന്. ബോട്ട് നിർവാണയിൽ എനിക്ക് തോന്നും മൾട്ടി ഡിവൈസ് കണക്ടിവിറ്റി ഉണ്ട്. ബഡിനകത്ത് അതില്ല, റിയൽമിക്കകത്ത് അതില്ല. ഗൈസ്, ഒരു 3-4 കാര്യങ്ങളല്ലാതെ ഭയങ്കര ഹ്യൂജ് ഡിഫറൻസ് ഒന്നും ബോട്ടും റിയൽമിയും തമ്മിലില്ല. പക്ഷേ ഈ 4 കാര്യങ്ങൾ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഈ ഒരു 1000 രൂപയും കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇന്നിയർ ഡിറ്റക്ഷനും അതുപോലെ തന്നെ 50 hours പ്ലേ ടൈം പിന്നെ മൾട്ടി ഡിവൈസ് കണക്ടിവിറ്റിയും ഈ 3 കാര്യങ്ങളും വേണമെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപ കൊടുത്ത് ബോട്ടിൻ്റെ സെനിത്ത് എടുക്കാം. ഞാനൊരു ഗെയിമറാണ്, എനിക്ക് അത്യാവശ്യം പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കണം, എനിക്ക് പ്ലേ ടൈം ഒരു പ്രശ്നമല്ല. ആ ഒരു രീതിയാണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു 1000 രൂപയും കൂടെ കുറഞ്ഞാൽ 3000 രൂപയ്ക്ക് അത്യാവശ്യം നല്ലൊരു റിയൽമി ബഡ് എയർ 6 കിട്ടും. അത്യാവശ്യം ഗെയിം കളിക്കാനും എല്ലാ കാര്യങ്ങളും നടക്കും. മറ്റേതിനകത്ത് ഗെയിമിംഗ് മോഡ് ഇല്ലാത്തതുകൊണ്ട് ഗെയിം കളിക്കുന്നത് ലേറ്റൻസി എന്തായാലും വരും. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ഇതിൻ്റെ ഒരു കമ്പാരിസൺ ആയിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നത്. ആർക്കൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരു ഗെയിമറാണ്, എനിക്ക് അത്യാവശ്യം
മ്യൂസിക് ലവറാണ്. ഈ മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ എന്തായാലും ബോട്ടും ഇമാരും ഏകദേശം ഈ റിയൽമിയും അത്യാവശ്യം നല്ലത് തന്നെയായിരിക്കും. മോശമെന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. കാരണം ബോട്ട് നിർവാണ സീരീസിൽ അത്യാവശ്യം നല്ല രീതിക്കുള്ള ഓഡിയോ ഔട്ട്പുട്ട് തരും. റിയൽമി ആണെങ്കിലും ആ നല്ല രീതിക്കുള്ള ഓഡിയോ ഔട്ട്പുട്ട് തരും. ബോട്ടിന് പിന്നെ ഒരു ഹൈലൈറ്റ് കാര്യം എന്ന് പറയുന്നത് ബോട്ട് ട്യൂൺ ചെയ്യാൻ കൊടുത്തേക്കുന്നത് ഡോൾബി ഓഡിയോ ആണ്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിരിക്കും. എൻ്റെ അടുത്ത് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, നിങ്ങൾക്കിപ്പം ഒരു 1000 രൂപയും കൂടെ കൂടുതൽ കൊടുത്താൽ ബോട്ടിൽ കിട്ടുന്ന സാധനം എന്ന് വെച്ചാൽ നല്ലൊരു പ്രീമിയം ഡിസൈൻ, 50 അവേഴ്സിൻ്റെ പ്ലേ ടൈം, ഇൻ ഇയർ ഡിറ്റക്ഷൻ, മൾട്ടി ഡിവൈസ്, ഈ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് ബോട്ടിൽ കിട്ടും. എന്നാൽ നിങ്ങൾ റിയൽമിക്ക് ഈ 3000 രൂപ കൊടുത്ത് വാങ്ങിച്ചാൽ കുറവ് വരുന്ന 4 കാര്യങ്ങൾ, ഒന്ന് പ്ലേ ടൈം കുറച്ച് കുറവാണ്, ഈ 40 മണിക്കൂറൊക്കെ കുറച്ച് കുറവാണ്. പിന്നെ അതുപോലെ തന്നെ ഇൻ ഇയർ ഡിറ്റക്ഷൻ ഇല്ല, മൾട്ടി ഡിവൈസ് കണക്ടിവിറ്റി, ഈ 3 കാര്യങ്ങളും റിയൽമിക്കകത്തില്ല. പക്ഷെ റിയൽമിയിൽ ഈ 3000 രൂപ കൊടുത്ത് കിട്ടുന്ന ബോണസ് ആയിട്ടുള്ള കാര്യം അത് ബോട്ടിനകത്തില്ല. ഒന്ന് 55 ms ലോ ലേറ്റൻസി, രണ്ടാമത്തെ കാര്യം IP55 റേറ്റിംഗ്, പിന്നെ വിൻഡ് റിഡക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇത്രയൊക്കെയാണ് മെയിനായിട്ട് ഇത് രണ്ടും തമ്മിലുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾക്ക് എന്താണ് ആവശ്യം തീരുമാനിച്ചിട്ട് ഇതിനകത്ത് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം. മ്യൂസിക് ക്വാളിറ്റിയാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കുന്നതെങ്കിൽ ഗൈസ്, മ്യൂസിക് ക്വാളിറ്റിയുടെ കാര്യത്തിൽ റിയൽമി ആണെങ്കിലും ബോട്ടാണെങ്കിലും എനിക്കൊരു കമ്പാരിസൺ പറയാൻ പറ്റത്തില്ല. കാരണം നിർവാണ സീരീസും അടിപൊളിയാണ്, റിയൽമിയുടെ സീരീസും അടിപൊളിയാണ്. റിയൽമി ഓഡിയോ ഔട്ട്പുട്ട് എപ്പോഴും കിടിലനായിരിക്കും. ബോട്ട് നിർവാണ സീരീസ് പക്ക പ്രീമിയം സാധനങ്ങളാണ്. പ്രീമിയം എന്ന് വെച്ചാൽ പ്രീമിയം സാധനങ്ങൾ തന്നെയാണ്, അതിന് വേറെ യാതൊരു തർക്കവും ഇല്ല. അവന്മാർ ഇറക്കുന്ന നിർവാണ സീരീസ് ആണെങ്കിൽ അത് കിടിലനായിരിക്കും. അപ്പം ഓഡിയോ ഔട്ട്പുട്ടിൻ്റെ കാര്യത്തിൽ ഇത് രണ്ടും കിടിലനാണ്. ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇതും അതും തമ്മിലുള്ള വ്യത്യാസവും ആ ഒരു പ്രൈസ് വേരിയേഷനും. റിയൽമി ബഡ് എയറിൻ്റെ സെയിൽ ഇതുവരെയും തുടങ്ങിയിട്ടില്ല. സെയിൽ 27-ാം തീയതിയാണ് തുടങ്ങുന്നത്. പിന്നെ ഈ ഒരു പ്രൈസ് എന്ന് പറയുന്നത് ഈ റിയൽമിയുടെ ആണെങ്കിലും ബോട്ടിൻ്റെ ആണെങ്കിലും 2 പ്രൈസിങ്ങും സ്പെഷ്യൽ ലോഞ്ച് പ്രൈസാണ്. എപ്പോൾ വേണമെങ്കിലും ഇത് വേരിയേഷൻ സംഭവിക്കാം, ചിലപ്പോൾ കൂടാം, വേണമെങ്കിൽ ബിഗ് ബില്യണി അവന്മാർ കുറച്ചും തരും, അത് വേറെ സത്യം. ഗൈസ്, ഇത്രയൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.